ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നൊരു മൂന്നാർ ടൂർ വന്നതാണേ. അത് നിങ്ങളെല്ലാവരെയും കൂടെ കാണിക്കാമെന്ന് പറഞ്ഞേ. ഇത് കണ്ടോ, എൻ്റെ കൂട്ടുകാരിയും പേരക്കുട്ടിയാണ് ഇരിക്കുന്നത്. കണ്ടോ? ഹായ്. ഇത് കണ്ടോ, ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇറങ്ങിയതാണേ. ഇത് കണ്ടോ, ഇവിടെ ഒരു മെലസ്ട്രോമ പൂത്ത് നിൽക്കുന്നത് കണ്ടോ? ഒന്ന് നോക്കിക്കേ. കണ്ടോ, നല്ല സൂപ്പറായിട്ട് നിറച്ച് പൂവുണ്ട്. ഒന്ന് കണ്ടോ, മരം പോലെ നിൽക്കുന്നത്. ദേ നോക്കിയേ, കണ്ടോ? കണ്ടോ, നിറച്ച് നിൽപ്പുണ്ട്. ദേ കിളിക്കൂട് എല്ലാം ഉണ്ട് ഇവിടെ. കണ്ടോ, ഒരു കൂട്ടിനകത്ത് കുറച്ച് കുഞ്ഞു കിളികളും എല്ലാം ഉണ്ട്. നോക്കിയേ. ഹായ്. അവർ പറന്ന് പോണു. കണ്ടോ, അവരുടെ പടം എടുക്കാൻ നേരത്ത് അവർ ഓടി പോകണം. കണ്ടോ? ഹായ്. കണ്ടോ, കുഞ്ഞു കിളികളെ കണ്ടോ? നോക്കിയേ, നിറയെ. ഏതൊരു കണ്ണാടി ചെടിയാണേ. കണ്ടോ, ധാരാളം ചെടികളും എല്ലാം വെച്ചിട്ടുണ്ട്. നിറച്ച് കണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് ഇവിടെ. കണ്ടോ, ഞങ്ങളിവിടെ താമസിക്കാൻ വന്ന ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളാണിത്. കണ്ടോ, നല്ല സൂപ്പർ സ്വിമ്മിംഗ് പൂള്. നോക്കിയേ. കണ്ടോ, വൈകിട്ട് എല്ലാ പിള്ളേരെല്ലാവരും കൂടെ ഇതിനകത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഞങ്ങളെപ്പോലെ വന്ന വേറൊരു ഫാമിലിയാണിത്. ഇത് കണ്ടോ, ഒരു കുഞ്ഞാവേ എല്ലാവരും ഉണ്ട് അവിടെ. കണ്ടോ? ഹായ്. എല്ലാവരും ഒന്ന് നോക്കിയേ. കണ്ടോ, വേറൊരു ഫാമിലിയുടെ ഇതാണ്. കണ്ടോ, ഈ ചെടി കണ്ടോ? ഇത് ഞാൻ എൻ്റെ വീട്ടിലുള്ള ചെടിയല്ലേ ഇത് ഞാൻ ഇതുവരെ കാണാത്തൊരു ചെടിയാണ്. അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവാണ്. നോക്കിയേ. കണ്ടോ, ഈ ചെടി കണ്ടോ? ഇത് പൂത്ത് നിൽക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നതിന് ഇങ്ങനെ പൂവൊന്നും ഇതുപോലെ വന്നിട്ടില്ല. ഇനി ഇവിടെ ആയതുകൊണ്ട്, മൂന്നാർ ആയതുകൊണ്ട് ഈ പൂ വന്നതാണോ എന്നറിയത്തില്ല. കണ്ടോ, ചെടികളൊക്കെ ധാരാളം ഉണ്ട്. ഇത് കണ്ടല്ലേ, വെട്ടി നിർത്തിയിരിക്കുന്നുണ്ട്. എന്താ ഭംഗിയെന്ന് നോക്കിയേ. ഹായ്, എത്ര രസമുണ്ടെന്ന് നോക്കിക്കേ. കണ്ടോ, നോക്കിയേ. നല്ല പൂവിന് പോലെ ഇങ്ങനെ വെട്ടി നിർത്തിയിരിക്കുന്നവർ. കണ്ടോ, ഈ ചെടിയൊക്കെ കണ്ടു. നല്ല രസം. ധാരാളം ചെടികളുണ്ട്. ഇവിടെ നിൽപ്പുണ്ട് നല്ല പോലെ ഒരു മെലസ്ട്രോമ പരന്ന് നിൽക്കുന്നു. നല്ല കണ്ടോ, നിറച്ച് പൂവായിട്ട് നിൽക്കുക. ഭയങ്കര ഒരു മരം പോലെ ആയി അത്. കണ്ടോ, ചെടിയൊക്കെ കണ്ടോ, എത്ര രസമായിട്ടായിരിക്കുന്നത് നോക്കിയേ. കണ്ടോ, ഇനിയുണ്ട്. ഇത് ഇവിടെ കണ്ടോ, ദേ ഈ പ്രതിമ. ഇത് കണ്ടോ, ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമയെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വലിച്ച് വരുന്ന പോലെ വന്നിട്ട് ഇവിടെ ഒരു ചെറിയ ഒരു തുളസിത്തറയും അതിന് താഴെ വെള്ളവും നിറയെ മീനുകളുണ്ടേ. ഇത് ഈ ഇതിൽ നിറച്ച് മീൻ കിടപ്പുണ്ട്. പക്ഷേ വെയിലിൻ്റെ ഇതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, മീനിനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. കണ്ടോ, നിറയെ മീനുണ്ട്. എല്ലാം താഴോട്ട് പോയിരിക്കുക. റോസകളും ഓർക്കിഡ് റോസയും ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാക്കിയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഉത്കൃന്നൊരു ഇതാണ്. കണ്ടോ എൻ്റെ കൂടെ വന്ന ആളുകളാണ് ആ നിൽക്കുന്നത്. കണ്ടോ, ഞങ്ങൾ ഈ ഇതിലാണ്, ഈ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. മെലസ്ട്രോമ പൂത്ത് വയ്ക്കുന്നുണ്ടോ? കാണണം. എന്ത് രസമാണെന്ന് നോക്കിയേ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ. മെലസ്ട്രോമ കണ്ടോ, നിറയെ പൂത്ത് നിൽപ്പുണ്ട്. കണ്ടോ, എത്ര രസമാണെന്ന് നോക്കി. മെലസ്ട്രോമ പൂത്ത് നിൽക്കുന്നുണ്ടോ? എന്ത് ഭംഗിയാന്ന് നോക്കിയേ. കണ്ടോ, എത്ര രസമാണെന്ന് നോക്കി. ഇതെന്ത് ചെടിയാണെന്നറിയത്തില്ലേ. ഇത് വെറുതെ കാട്ടിലിങ്ങനെ നിൽക്കുന്നതാണ്. കണ്ടോ, നല്ല സൂപ്പറായിട്ട് പൂത്ത് നിൽക്കുന്നത് നോക്കിയാൽ അന്നേരം വലിയ വെള്ളപ്പൂ. കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഈ പൂ കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയേ. എനിക്ക് കണ്ടിട്ട്, പക്ഷേ ഇതിൻ്റെ തൈ നമ്മുടെ അവിടെയൊക്കെ കൊണ്ടുവച്ചാൽ കിളുക്കുമോ എന്നറിയത്തില്ല. നിറച്ച് ഇവിടെ പൂത്ത് നിൽപ്പുണ്ട്. ഇത് കണ്ടോ, വെറുതെ കാട്ടിൽ നിൽക്കുന്ന പൂവാണ്. പക്ഷെ കാട്ടുപൂവാണെങ്കിൽ എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കേ ഇതിന്. കണ്ടോ, നിറയെ പൂത്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഈ ചെടി കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. ദേ കണ്ടോ, ഇതിൻ്റെ മൊട്ട് കണ്ടോ. ഇത് മൊട്ടാണേ, പൂ വിരിഞ്ഞിട്ടില്ല. കണ്ടോ, ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞങ്ങൾ മൂന്നാർ യാത്രയിൽ ഇടയ്ക്ക് കണ്ട ഒരിടത്ത് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് കണ്ട ഒരു പൂവാണേ. ഒന്ന് നോക്കിയേ. ഇതിന് കുഞ്ഞി പൂവ് നിൽക്കുന്നുണ്ട്, മഞ്ഞ നിറത്തിലുള്ള കുഞ്ഞിപ്പൂ. ഇതും ദേ ഇവിടെയൊക്കെ നിറച്ചുമുണ്ട്. ദേ കണ്ട, നോക്കിയേ. ഇവിടെയൊക്കെ ഉണ്ട്. ഇത് കുറേ ഉണ്ട്. നമ്മുടെ ഈ കണ്ട തേയിലത്തോട്ടവും കാടും ആകാശം കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കിയേ. കണ്ട,
മഴക്കാറുണ്ട്, ചെറിയൊരു മൂടൽമഞ്ഞും ഉണ്ട്. അതാണ് ശരിക്കും അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. കണ്ടോ മൂടൽമഞ്ഞ് പോകുന്ന കണ്ടോ? കാറ്റത്ത് ഇങ്ങനെ അത് ഒഴുകി 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 പോയിക്കൊണ്ടിരിക്കുക. മലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ പോവുക. അതിൻ്റെ മുകളിൽ എസ്റ്റേറ്റാണത്. മരങ്ങൾ തിങ്ങിയിരിക്കുന്നത് മൂടൽമഞ്ഞാണ് അതിൻ്റെ മുകളിൽ മുഴുവൻ. അതാണ് അങ്ങനെ ഇരുട്ട് പോലെ ഇങ്ങനെ കാണുന്നത്. ഇവിടെ നിറയെ പൂച്ചെടികൾ പൂത്തിരിക്കുകയാണ്. കണ്ടോ? പൂച്ചെടിയില്ലേ, നമ്മുടെ അവിടെയുള്ള പൂച്ചെടിയാണ് അത്. മൂടൽമഞ്ഞായതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് വ്യക്തമാകുന്നില്ലേ. നിറയെ നിൽപ്പുണ്ട്. ആ പൂച്ചെടി ഇവിടെയൊക്കെ നിറച്ചുണ്ട്. ഞാൻ നേരത്തെ ഒരു കൊച്ചുമരം കാണിച്ചില്ല, അതിൻ്റെ പൂവിൻ്റെ വലിയ മരമായിട്ട് നിൽക്കുന്നതാണ് ആ വെളുത്ത പൂവ് കാണുന്നത്. കണ്ടോ? ഇവിടെ എല്ലാം തേയിലത്തോട്ടമാണ് മുഴുവനും. മൂടൽമഞ്ഞ് കണ്ട ആ തേയിലത്തോട്ടത്തിൻ്റെ മുകളിൽ കൂടെ പുക പോലെ പോകുന്നുണ്ടോ മഞ്ഞ്? കണ്ടോ? നല്ല പുക പോലെ ഇങ്ങനെ പോവുക. നിറയെ മൂടൽമഞ്ഞ് ഇവിടെ നിറച്ചുണ്ട്. മൂടൽമഞ്ഞ് കണ്ടോ? നിറയെ മൂടൽമഞ്ഞാണിത്. അത് നിറയെ തേയിലത്തോട്ടത്തിൻ്റെ മുകളിൽ കൂടെ കൂടെ ഒന്ന് കണ്ട മഞ്ഞിങ്ങനെ പുക പോലെ പോയിക്കൊണ്ടിരിക്കുക. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ലക്കം വെള്ളച്ചാട്ടത്തിൽ നിൽക്കുകയാണേ. നോക്കിയേ, ഇത് കണ്ട വെള്ളം വരുന്ന കണ്ട. ഹായ്, സൂപ്പറായിട്ട് വരുന്ന കണ്ട. വെള്ളം ഒഴുകി വരുന്നത് നോക്കിയേ, എത്ര ഭംഗിയാണെന്ന് നോക്കിയേ. ഇത് നോക്കിക്കേ, എത്ര ശക്തിയിലാണ് ഒഴുകി വരുന്നത് നോക്കിയേ. എത്ര പേരാണ് അതിനകത്ത്. പാറയൊക്കെ കണ്ട ഒഴുകി വരുന്നതെന്ന് നോക്കിയേ. കണ്ട, ഭയങ്കര നിബിഡമായ വനമാണേ. അത് നോക്കിയേ, കണ്ട കണ്ട സൂപ്പറായിട്ട്. നോക്കിക്കേ, വെള്ളം ഒഴുകി വരുന്നത് നോക്കിക്കേ, എത്ര ശക്തിയിലാണെന്ന്. എത്ര മോളിൽ നിന്ന് അത് വരുന്നതെന്നറിയാവോ? ഒന്ന് നോക്കിയേ, നല്ല ഭംഗിയില്ലേ? എത്ര ശക്തിയിലാണ് വരുന്നത്. നിറയെ ആളുകളാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് കൂടുതൽ ഇതിന് വന്നിരിക്കുന്നത് ഇവിടെ. ഹായ്, ഇത് കണ്ട ഈ ചെടി കണ്ട, വാഴ പോലെ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ തുമ്പത്ത് ഇങ്ങനെ വാഴച്ചുണ്ട് നിൽക്കുന്ന പോലെ നിൽക്കുവാണേ. പ്രകൃതിദത്ത പച്ചപ്പിലൂടെ നമ്മൾ നടന്നു പോകും. ഇവിടെ ചെടികൾ വെച്ചിരിക്കുന്നത് വളരെ ഭംഗിയുടെയാണ്. വെട്ടുന്നത് കർഷകനാണെന്ന് തോന്നുന്നു. നോക്കൂ, അടുത്ത് തടാകവുമുണ്ട്. തടാകത്തിന്റെ അരികിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. തിരികെ നടക്കുന്നു. വിദൂരതയിൽ മാമ, യാസു മാമ ഊഞ്ഞാലാടുന്ന അവരുടെ ഭാര്യമാർ, കൂടെ ആടുന്ന റിനാശു മാമിച്ച്, അടുത്ത റിയാസ് മാമിച്ച്. നമ്മൾ നമ്മുടെ സഹോദരിമാരെ തേടുകയാണ്. അവരെവിടെയാണ്? വരൂ. കിടാങ്ങൾ കളിക്കുന്നത് കണ്ടു. അതെ, അതാ വിദൂരതയിൽ നമ്മുടെ സഹോദരിമാർ. ഇനി നമുക്ക് കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ചുമലച്ചെടി, ചുമല ഓറഞ്ച് ചെടി. പൂ പറിക്കാൻ പാടില്ല.
വീണ്ടും നമുക്ക് നടക്കാം. അതാ നോക്കൂ, റോസ. വിദൂരതയിൽ നമ്മൾ വീണ്ടും സഹോദരിമാരെ കണ്ടു. തടാകത്തിന്റെ അടുത്ത് ചുമലച്ചെടികളെ കാണാൻ വളരെ സുന്ദരം. തൊട്ടിപ്പുറത്ത് മഞ്ഞ. വാവ്. സഹോദരിമാർ വ്ലോഗിനെ കുറിച്ച് എന്ത് പറയുന്നു? ഇതൊക്കെ വരിക. ഓക്കെ. വ്ലോഗില് വരും. ഡാൻസ് ഒക്കെ കളിച്ചു. അത്രേ ഉള്ളു. പോരെ, ഇറങ്ങിയാലോ. അവന്മാരെന്തി ഇതുവരെ നിന്ന് നമ്മൾ കന്നു പോകുന്നു. പക്ഷെ കാണുന്നത്